ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട്. ഈ വീഡിയോ ഞങ്ങൾ 4 ഫ്രണ്ട്സ് ഇഞ്ചിത്തൊട്ടിയും മാമ്പഴക്കണ്ടം പോകുന്നൊരു വീഡിയോ ആണ്. ഞങ്ങൾ 4 ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഞാനുണ്ട്, എൻ്റെ കൂടെ മിഥുൻ ഭാർഗവനുണ്ട്, അഫാലിക്കുണ്ട്, പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരനും വൺ ഓഫ് ദ മാനേജറുമായ വിജീഷേട്ടനും ഉണ്ട്. ആസ് യൂഷ്വലി വിജീഷേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. പുള്ളിക്ക് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ്. സോ പുള്ളിയുടെ ജീപ്പിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഈ ജീപ്പ് വാങ്ങാനുള്ള കാര്യം തന്നെ ഈ ഹിൽ ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ജീപ്പ് ക്രേസിനെ പറ്റി. എല്ലാവരും കണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ മാമലക്കണ്ടം ഇതിനു മുമ്പ് വന്നപ്പോൾ പുള്ളിയുടെ അമേസ് കാറിലാണ് ഞങ്ങൾ വന്നത്. ആ സമയത്ത് പുള്ളിയുടെ വണ്ടി അടിതട്ടുന്നു എന്നുള്ള ഒരു വിഷമം മാറ്റാൻ വേണ്ടിയാണ് ഈ ജീപ്പ് സെക്കൻഡ് ഹാൻഡ് എടുത്തത് തന്നെ. സോ അതിൻ്റെ സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടി ഇത് സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ മാമ്പലക്കണ്ടം വരുന്നത്. അപ്പോൾ പോകുന്ന വഴി ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അവിടെ നിർത്താനുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കാണാൻ പോണത് ഇഞ്ചിത്തൊട്ടി ബ്രിഡ്ജാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇഞ്ചിത്തൊട്ടിയാണ് സ്ഥലമെന്ന്. മഴ കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി വൈബായിരുന്നു. ഞങ്ങളെല്ലാവരും പാലത്തിൽ കൂടിയൊക്കെ നടന്ന് നല്ല എൻജോയ് ചെയ്തു. ഇവിടെ കുറേ ഫോട്ടോഗ്രാഫിയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടുകാരനായ മിഥുൻ ഭാർഗവൻ ഉണ്ടായിരുന്നു. പുള്ളി യൂസ് ചെയ്യുന്നത് വിവോൻ്റെ X200 എന്നുള്ളൊരു മോഡലാണ്. സോ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല സൂമുണ്ട് ഫോണിന്. സോ പുള്ളിക്കാരൻ്റെ ഫോണിലാണ് നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. സോ എല്ലാവരും മഴ നനയാതിരിക്കാൻ വേണ്ടി റെയിൻ കോട്ടൊക്കെ ഇട്ട് കുടയൊക്കെ പിടിച്ച് ഉള്ള നടത്തമാണ്. അപ്പോൾ ഈ പാലം ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു അടിപൊളി എന്താണ് ഉപ്പ് സോഡ കിട്ടുന്ന ഒരു കടയുണ്ട്. സോ ഈ പാലം ഇറങ്ങിയിട്ട് ഈ തണുപ്പത്ത് ഉപ്പ് സോഡ കുടിക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഈ പാലം കയറിയത് തന്നെ. സോ പാലമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വൈബുള്ള കാഴ്ചയൊക്കെയാണ് കണ്ടത്. കട കണ്ടുപിടിച്ച ശേഷം ഞങ്ങൾ ആ അരികത്തെ സീനറി ഒക്കെ പിടിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് വീഡിയോസൊക്കെ പോർട്രേറ്റ് ആയിട്ടും കുറച്ച് ലാൻഡ്സ്കേപ്പ് ഒക്കെ ആയിട്ടാണ് എടുത്തത്. കാരണം നല്ല മഴയായ കാരണം നമുക്ക് ഗ്യാപ്പ് കിട്ടണ പോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. സോ വീഡിയോ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല, എന്നാൽ പോലും വൈബ് ഉണ്ട്. സോ ഈ വൈബ് നിങ്ങളാരും മിസ്സാക്കരുത്. നല്ല സൂപ്പർ ക്ലൈമറ്റ്, ഒന്നും പറയാനില്ല. സോ എല്ലാവരും ജീപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ക്ലൈമറ്റ് കിട്ടി, നല്ല കാഴ്ചകൾ കിട്ടി, വെള്ളച്ചാട്ടം കിട്ടി. സോ എല്ലാവരും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. എൻ്റെ കമൻട്രി ഇവിടെ ഞാൻ ഏകദേശം നിർത്താൻ പോവുകയാണ്. ഞങ്ങൾ 4 പേരും സത്യം പറഞ്ഞാൽ ഞങ്ങൾ എൻജോയ് ചെയ്തു, ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. നല്ല അടിപൊളി വൈബായിരുന്നു. കുറച്ച് ഫ്രണ്ട്സ് വന്നില്ല, അവർ മിസ്സായി സത്യം പറഞ്ഞാൽ. ബട്ട് ഇത് പൊളിയായിരുന്നു കേട്ടോ. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോസ് കുറേയൊക്കെ പോർട്രേറ്റ് മോഡലും ലാൻഡ്സ്കേപ്പ് മോഡലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്. സോ ഇതാണ് മിഥുൻ ഭാർഗവൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഈ വീഡിയോയിലെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും. പുള്ളിയുടെ കയ്യിൽ ഒരു കുട ഉണ്ടായ കാരണം പുള്ളി ഫോണൊന്നും നനയാതെ നൈസായിട്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. ബാക്കി എല്ലാവരുടെ കയ്യിൽ കോട്ട് മാത്രമുള്ള കാരണം ഫോൺ പോക്കറ്റിലായിരുന്നു. ഫോൺ നനഞ്ഞു പോകുന്ന കാരണം ആരും ഫോൺ പുറത്തോട്ട് എടുത്തില്ല. സോ പുള്ളിക്ക് മെയിൻ താല്പര്യം വീഡിയോസ് എടുക്കാൻ വേണ്ടിയാണ്. ഫോട്ടോസ് പുള്ളി വളരെ റെയറായിട്ട് എടുക്കാറുള്ളൂ. ബട്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ വിജീഷേട്ടനും അഫാലിക്കൊക്കെ പുള്ളി ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ഫോട്ടോക്ക് വേണ്ടിയാണ് പോസ് ചെയ്യുന്നത്. സോ ഒരു ക്യാൻഡിഡ് പിക്ക് തന്നെയായിരുന്നു. ഫൈനലി ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാമലക്കണ്ടം എത്തി. ഇന്ന് സാറ്റർഡേ ആയ കാരണം അവധിയായിരുന്നു. സോ അത് സ്കൂൾ പൂട്ടിയിട്ടൊക്കെയായിരുന്നു. പ്രത്യേകിച്ച്
ടൂറിസ്റ്റ് ആരും ഇല്ലേം താനുമായിരുന്നു. സോ കംപ്ലീറ്റ് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ടൂറിസ്റ്റിന് പോണ ജീപ്പൊക്കെ ഒരു സൈഡിൽ ഒതുക്കിയിട്ടേക്കണേ. ഇതാണ് മിഥുൻ ഭാർഗവൻ വീണ്ടും. സോ ഞങ്ങളുടെ ജീപ്പ് ഒതുക്കി മാമലക്കണ്ടം സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, എൻജോയ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ മഴയത്തെ വൈബ് പ്രത്യേക വൈബ് തന്നെയാണ്. ഐ മീൻ നമ്മൾ കുറച്ച് തണുത്ത ക്ലൈമറ്റിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു ഫീല് കിട്ടുന്നത് വേറെയാണ്. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഫീൽ തന്നെയായിരിക്കും. നല്ല കാഴ്ചകളും തണുപ്പും കൊണ്ട്. സോ ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്. അവിടെ നല്ല പുഴുങ്ങിയ മുട്ടയും ചൂട് ബജ്ജിയും ഒക്കെ കിട്ടും. സോ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. സോ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര കണ്ടിന്യൂ ആണ്. സോ ഈ ജീപ്പായിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത് വിജീഷേട്ടൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. ഈ റോഡിൽ കൂടെ ഞങ്ങൾ എൻജോയ് ചെയ്തു. കുറേയൊക്കെ വീഡിയോസ് കുറച്ച് മങ്ങിയിട്ടുണ്ട്, ബിക്കോസ് ഫോഗൊക്കെ ആയ കാരണം. പക്ഷേ ഞങ്ങൾ പുറകിൽ നിന്ന് എടുത്ത വീഡിയോസ് കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. സോ ഈ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ഒരു ഭംഗിയുള്ള വീഡിയോസൊക്കെ കിട്ടിയേക്കുന്നത്. സോ ഇതിൽ കൂടുതൽ എന്താണ് ഈ ട്രിപ്പിനെ പറ്റി പറയേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. ഫൈനലി കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് പ്ലാനിങ് ആയിരുന്നു ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഫൈനലായിട്ട് കുറച്ചും കൂടി ഫോട്ടോസും വീഡിയോസും എടുത്തതിൻ്റെ ചെറിയൊരു സ്റ്റൈലും പോസസൊക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഫ്രണ്ട്സ്. അവിടെ തന്നെ വേറെ വീഡിയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. നിങ്ങളുടെ കമൻസും സപ്പോർട്ടുമാണ് എൻകറേജിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനിയും കാണാം. ഗുഡ് ബൈ ഫ്രണ്ട്സ്.